അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് ഇന്നിനി സൂറത്തു ഹൂദിലെ 41, 42 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. وقال നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇർക്കബു ഫിഹ, നിങ്ങൾ അതിൽ കയറുക. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ. മജ്റേഹ, അവിടെ ഓതുന്നതിന് ചെറിയൊരു ചെരിവ്. മജ്റ എന്നാണ് ഒഴുകുന്ന സ്ഥലം. ബിസ്മില്ലാഹി മജ്റാഹ എന്നൊരാൾ ഓതിയാൽ വലിയ തെറ്റൊന്നുമല്ല. വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ ഖിറാഅത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാ ഒരു പ്രത്യേകമായ വിധത്തിലൊരു ചെരിച്ചൊരോത്തലുണ്ടാവുക. മജ്റേഹ, മജ്റ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന സ്ഥലം എന്നാണ്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് ഒഴുകുന്ന സ്ഥലം. അടിയിൽ ചെറിയൊരു കുത്തുണ്ട്, അതിൻ്റെ ഒരു അടയാളം എന്നുള്ളത് എനിക്ക്. മജ്റേഹ വ മുർസാഹ, മുർസാന നങ്കൂരമിടുന്ന സ്ഥലം, അത് ചെന്ന് ചേരുന്ന സ്ഥലം. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് ഒഴുകുന്നതും അത് ചെന്ന് നങ്കൂരമിടുന്നതും എന്നർത്ഥം, അല്ലെങ്കിൽ ചെന്ന് നിൽക്കുന്നതും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ നാഥൻ, ലഗഫൂറുർ റഹീം, ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വഹി, അത്, ആ കപ്പൽ, തജ്രി ബിഹിം, അവരെയും കൊണ്ട് ഒഴുകുന്നു, ഫി മൗജിൻ, തിരമാലകളിൽ, കൽ ജിബാൽ, മലകളെപ്പോലെയുള്ള വലിയ തിരമാലകളിൽ. വനാദാ നൂഹുൻ, നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, ഇബ്നഹു, തൻ്റെ മകനെ. വകാന ഫി മഅസിലിൻ, അവൻ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. യാ ബുനയ്യ, മകനെ, ഇർകബ് മഅന, ഞങ്ങളുടെ കൂടെ കയറുക, വാഹനത്തിൽ കയറുക, കപ്പലിൽ കയറുക. വലാ തകും മഅൽ കാഫിരീൻ, കാഫിറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. ഒന്നുകൂടെ അർത്ഥം അറിയാം. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇർകബു ഫീഹ, നിങ്ങൾ ആ കപ്പലിൽ കയറുക. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു. മജ്റേഹ, അതിൻ്റെ സഞ്ചാരസ്ഥാനങ്ങൾ. വ മുർസാഹ, അത് ചെന്ന് നിൽക്കുന്ന സ്ഥലവും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, നാഥൻ, രക്ഷിതാവ്, ലഗഫൂറുർ റഹീം, ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വഹിയ തജ്രി ബിഹിൻ, അത് അവരെയും കൊണ്ട് ഒഴുകുന്നു. ജറാ യജ്രി, ഫി മൗജിൻ, തിരമാലകളിൽ. മൗജ്, തിരമാല. കൽ ജിബാൽ, പർവ്വതങ്ങളെപ്പോലെയുള്ള. വനാദാ നൂഹുൻ ഇബ്നഹു, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനെ വിളിച്ചു. വകാന ഫി മഅസിലിൻ, അവൻ ഒരു ഒഴിഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയാണ്. യാ ബുനയ്യ, മോനെ, ഇർകം മഅന, നീ ഞങ്ങളുടെ കൂടെ വാഹനത്തിൽ കയറുക. വലാ തകും മഅൽ കാഫിരീൻ, കാഫിറുകളുടെ കൂട്ടത്തിൽ പെടരുത്. അർത്ഥം, ആശയം വളരെ വ്യക്തമാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മാണം കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അതിൽ കയറ്റേണ്ടവരെയൊക്കെ കയറ്റി. എന്നിട്ട് മൊത്തത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അതിൻ്റെ ഒഴുകൽ. ജറാ എന്ന ഒഴുകി, സഞ്ചരിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൽ നിന്നുണ്ടായ വാക്കാണ് മജ്റ. മജ്റ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന സ്ഥലം, അത് പോകുന്ന സ്ഥലം, സഞ്ചരിക്കുന്ന സ്ഥലം. മെഷീനൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എൻജിനൊന്നും ഇല്ലല്ലോ. അള്ളാഹ് നിശ്ചയിച്ചത് പ്രകാരം ഒഴുകുകയാണ്. അതാണ് ജറ എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കാനുള്ള സാധ്യത. അല്ലാഹു അലം. മജ്റാഹ, മജ്റ, ഒഴുകുന്ന സ്ഥാനം എന്നാണ്. ഒരുപാട് പറയേണ്ട കാര്യമില്ല. ഓതുമ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധ വെക്കണത് നല്ലതാണ്. നമുക്ക് അതിൻ്റെ ഒരു കിറാത്തൊന്ന് ആരുടെയും ഒരു കിറാത്ത് കേട്ടു നോക്കിയാൽ അതറിയാം. വഹിയ തജ്രി ബിഹിം ഫി
ബിസ്മില്ലാഹി മജ്റഹ, ബിസ്മില്ല ഏതൊരു കാര്യം ചെയ്യുമ്പോൾ കപ്പൽ കയറുമ്പോൾ അങ്ങനെ ബിസ്മില്ലാഹി മജ്റഹ വ മുർസാഹ, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഏത് കാര്യം നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാ കൊണ്ട് തുടങ്ങണം എന്നാണല്ലോ. വാഹനത്തിൽ കയറുമ്പോഴൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതിയാണ്. വാഹനങ്ങളൊന്നും നമ്മുടെ കഴിവുകൊണ്ടും നമ്മുടെ സാമർഥ്യം കൊണ്ടും അല്ല നിയന്ത്രണത്തിലൊക്കെ കിട്ടണത്. വളരെ ഗൗരവപൂർവ്വം നമുക്കൊക്കെ അത് ഓർമ്മയുണ്ടാകും, ചെറുപ്പക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അത് ചൊല്ലണ ദിക്റൊക്കെ ചൊല്ലിയിട്ട് വേണം നമ്മൾ വാഹനത്തിൽ കയറി യാത്ര തുടങ്ങാം. ബിസ്മില്ലാഹി മജ്റഹ, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അതിൻ്റെ മജ്റ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, സഞ്ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്നർത്ഥം. അപ്പോൾ മുർസാഹ, അർസാ പറഞ്ഞാൽ നങ്കൂരട്ടു എന്നാണ്, മിർസാത്ത് പറഞ്ഞാൽ നങ്കൂരം എന്നാണ്. എന്നുണ്ടാവാക്കാണ് മുർസാന, നങ്കൂര വിടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെന്ന് നിൽക്കുന്ന സ്ഥലം. ഇതൊക്കെ അള്ളാഹു കണക്കാക്കിയതാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നടക്കും, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് സംഭവിക്കുക. ഇന്ന റബ്ബീല ഗഫൂർ റഹീം എന്നിപ്പോൾ അർത്ഥം പറയണ്ടല്ലോ. വഹിയ തജിരി ബിഹിം, അവരെയും കൊണ്ട് സഞ്ചരിക്കുന്നു, ഫി മൗജിൻ, മൗജ് എന്ന തിരമാല. കൽ ജിബൽ, ജബൽ എന്നുള്ളതിൻ്റെ ബഹുവചനാണ് പർവ്വതങ്ങളെ പോലെ. പർവ്വത സമാനമായ തിരമാല എന്ന് പറയണമെങ്കിൽ അത്ര തിരമാല ഉണ്ടാവണമെങ്കിൽ അത്ര ആഴം വെള്ളത്തിനുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കിണറ്റിലും കുളത്തിലുമൊക്കെ പുഴയിലൊക്കെ ഓളം വെട്ടുമല്ലോ, അതിനാണ് ഓളത്തിൻ്റെ വലിയതാണല്ലോ തിരമാല എന്ന് പറയുന്നത്. ഓളം വെട്ടുമ്പോൾ അത് എത്ര വെള്ളമുണ്ട് എന്നൊരു ഏകദേശം ഒരു ഊഹം. തിരമാല, പർവ്വതങ്ങളെപ്പോലെയുള്ള തിരമാല എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അത് വെള്ളം ഉണ്ടായിട്ടുണ്ടാവുക? അതാണ് 2 കിലോമീറ്ററിലധികം വെള്ളം ഉയർന്നു എന്നുള്ളത് വെറുതെ പറയും. ഈ പ്രയോഗം തന്നെ മനസ്സിലാക്കുക. അത്രയും ഉയരത്തിലുള്ള തിരമാല ഉണ്ടാകണമെങ്കിൽ അത്രയും ആഴത്തിൽ വെള്ളം ഉണ്ടാകും, അപ്പോഴാണ് തിരമാല വലുതാവുക. തിരമാലയുടെ ശക്തിയും കരുത്തും ഇപ്പോൾ നമ്മൾ പറയണ്ട. അപ്പോൾ ഏതായാലും തജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാൽ, പർവ്വതങ്ങളെപ്പോലെയുള്ള തിരമാലകളിൽ അത് സഞ്ചരിക്കുകയാണ്. അങ്ങനെ അത് വെള്ളം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം മകനെ കാണുന്നുണ്ട്. മകൻ കയറിയിട്ടില്ല, മകൻ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അവൻ പറയണത് ഞാൻ കയറണില്ല, ഞാൻ ആ മലമ കയറി രക്ഷപ്പെട്ടോളാം എന്നാണ്. അടുത്ത ആയത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമയ്ക്ക് എങ്ങനെയായാലും ഒരു പുത്രസ്നേഹം ഉണ്ടാവുമല്ലോ. കുടുംബത്തിന് എത്ര വേണ്ടാത്തവനാണെങ്കിലും, വാപ്പാക്കും ഉമ്മാക്കും എത്ര വെറുക്കപ്പെട്ടവനാണെങ്കിലും, എത്ര ദ്രോഹിയാണെങ്കിലും, ആ ഒരു നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ അവരോടുള്ളൊരു കരുണയുണ്ടാകും, മനസ്സിൻ്റെ ഉള്ളിൽ അവരോടുള്ള സ്നേഹമുണ്ടാകും. അക്രമികളെ സംബന്ധിച്ച് എന്നോട് നീ സംസാരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുഖാതിബിനി ഫില്ലദീന ളലമു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മകൻ എന്നെ സംബന്ധിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന അയാൾ മറ്റുള്ളവരെ പോലെ കടുത്ത അക്രമത്തിലോ നിഷേധത്തിലോ പോയിട്ടില്ല, എന്നാൽ ഈ ഭാഗത്തേക്കും വന്നിട്ടില്ല, മൂമിനായിട്ടില്ല. എന്നാൽ കാഫറുകളുടെ കൂടെ ഇവരെ അതുമില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്ക്, ഞാൻ അതിലുമില്ല ഇതിലുമില്ല, അങ്ങനെ ഒരു നിഷ്പക്ഷത പറയുന്ന ചില ആൾക്കാരുണ്ടാവുമല്ലോ. അത് ശരിയല്ലെങ്കിലും പക്ഷം പിടിക്കേണ്ടത് എപ്പോഴും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്താണ്. അല്ല ഞാൻ നിഷ്പക്ഷനാന്ന് പറയല്ല, ഞാൻ നീതിയുടെ ഭാഗത്തുണ്ട്, ഞാൻ സത്യത്തിൻ്റെ ഭാഗത്തുണ്ട്. അതാണ് ശരിക്കും ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ അയക്കൂല, ഞാൻ തീക്കൂല എന്ന് പറയലല്ല. പക്ഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്ഷം, അവിടെയാണ് നമ്മളെപ്പോഴും നിൽക്കും. ഇവിടെ ഈ മകനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ തഫ്സീറുകളിലൊക്കെ എഴുതിയിട്ടുള്ളത് അയാൾ അതാണ്. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, വനാദാ നൂഹൻ ഇബ്നഹു കൂട്ടി ഓതുമ്പോൾ നൂഹൻ ഇബ്നഹു വകാന ഫീ മഅസിൽ അസല എന്ന് പറഞ്ഞാൽ ഊരിയെടുത്തു എന്നാണ്. മഅസിൽ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം എന്നാണ്. മഅസിൽ അയാൾ അവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം മകനെ കാണുന്നു. വക്കാന ഫി മഅസിൽ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഏകാന്തമായ സ്ഥലത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മഅസിലും യാ ബുനയ്യ, മകനെ എന്നല്ല മോനെ എന്നാണ് ശരിക്കും. മകനെ എന്നൊന്നും ഇപ്പോൾ ആരംഭത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിളിക്കുകയല്ല, മോനെ അല്ലെങ്കിൽ മോളെ എന്നൊക്കെയാണല്ലോ വിളിക്കുക. അതും വളരെ പുന്നാര മോനെ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ളൊരു പ്രയോഗം നമുക്കറിയാലോ. ലുഖ്മാൻ അലൈഹി സ്വലാം വിളിച്ചതും യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന്. അതേമാതിരി നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ മകനെ വിളിക്കുക. ഇർകബ് മഅന കൂട്ടി ഓതുമ്പോൾ ഇർകബ് മഅന, യാ ബുനയ്യ ഇർകബ് മഅന, യാ ബുനയ്യ ഇർകബ് മഅന. അവിടെ ഈ എന്നുള്ളതിന് ഉച്ചാരണമില്ല, ബ എന്നുള്ളതിന് ഉച്ചാരണമില്ല. യാ ബുനയ്യ ഇർകബ് മഅന, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറാം മോനെ നീ. വലാ തകും മിന മഅൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെടല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല എന്നാണല്ലോ. ഇതിലും പെട്ടിട്ടില്ല, ഇതിലില്ല.
അതുകൊണ്ടാണ് നീ കാഫറുകളുടെ കൂട്ടത്തിൽ മൂമിനായിക്കൊണ്ട് കപ്പലിൽ വരണം. കാഫറുകളെ കപ്പലിൽ കയറ്റിയിട്ടില്ല. നിഷേധികൾ, കടുത്ത ദ്രോഹികൾ, അവരെ ഇനി വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള തീരുമാനിച്ചതാണ്. അപ്പോൾ നീ കാഫറുകളുടെ കൂട്ടത്തിൽ ചേർന്ന് മുക്കിക്കൊല്ലപ്പെടുന്നവരുടെ മുങ്ങി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് നോഹ നബി അലൈഹി സ്വലാം മകനോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് അർത്ഥം നമുക്ക് അവസാനിപ്പിക്കാം. വഖാല ഇർകബൂ ഫീഹ, അദ്ദേഹം അവരോട് പറഞ്ഞു, ഇർകബൂ ഫീഹ, നിങ്ങൾ കപ്പലിൽ കയറുക. ബിസ്മില്ലാഹി മജ്റേഹ, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അതിൻ്റെ സഞ്ചാരം. വ മുർസാഹ, അത് ചെന്ന് നിൽക്കുന്നതും അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കും. ഇന്ന റബ്ബീ ലഗഫൂർ റഹീം, തീർച്ചയായും എൻ്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. വഹിയ തജ്രീ ബിഹിം, ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു. ഫി മൗജിൻ, തിരമാലകളിൽ, കൽ ജിബാലി, മലകളെ പോലെയുള്ള. വനാദാ നൂഹു ഇബ്നഹു, നൂഹു നബി അലൈഹിസ്സലാം തൻ്റെ മകനെ വിളിച്ചു. വനാദാ നൂഹു ഇബ്നഹു, മകനെ വിളിച്ചു. വക്കാന ഫി മഅസിലിൻ, അയാൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. യാ ബുനയ്യ, മോനെ, ഇർകം മഅന, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറുക. യാ ബുനയ്യ ഇർകം മഅന, ഞങ്ങളുടെ കൂടെ കയറുക. വലാ തകും മഅൽ കാഫിരീൻ, കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും വിശ്വാസികളായി നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെ കുട്ടികൾക്ക് അല്ലാഹു തആല എന്നും ഹിദായത്ത് നൽകി അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.